പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് കോടമഞ്ഞാണെന്ന്. കോടമഞ്ഞല്ല, ഡൽഹിയിലത്തെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോൾ അവിടെയുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഇന്ന് സുപ്രീം കോടതിയുടെ നിയുക്ത ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു കാര്യം പരാമർശിക്കുകയുണ്ടായി. അതായത് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കേസ് പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഡൽഹി വായു മലിനീകരണത്തിൽ അദ്ദേഹം ഒരുപാട് ആശങ്ക പ്രകടിപ്പിച്ചു. പുറത്ത് നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസം താൻ 55 മിനിറ്റ് നടന്നുവെന്നും തനിക്ക് ഗുരുതരമായ അസ്വസ്ഥത ഉണ്ടായെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. നോക്കൂ, ഭൗതിക നേട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് മുന്നേറിയെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് എത്രത്തോളം പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് ചോദ്യം ഉയരുകയാണ്. ഏതായാലും നമുക്ക് കൃത്യമായി ഗ്രാഫിക്സിലൂടെ നമുക്ക് പരിശോധിക്കാം എന്താണ് ഡൽഹിയിൽ സംഭവിച്ചതെന്ന്. ഡൽഹിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. തുടർച്ചയായി വഷളാകുന്ന വായു ഗുണനിലവാര സൂചികകളുടെ പേരിൽ ഡൽഹി വീണ്ടും രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വായു മലിനീകരണം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നമായി മാത്രം നമുക്ക് കാണാൻ പാടില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ വായു മലിനീകരണത്തിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി തന്നെ ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. അതായത് ഈ മനുഷ്യ ഇടപെടലുകളാണ് ദക്ഷിണേന്ത്യയിലെ വായു ഗുണനിലവാരം മോശമാകാൻ കാരണമെന്നാണ് ഗ്രീൻ പീസ് 2023 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. അതായത് വായു മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയപ്പെടുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതൊക്കെ തന്നെയും വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അയൽ സംസ്ഥാനങ്ങളിൽ, അതായത് ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളിൽ കൃഷിയിടങ്ങളിൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത്, ഫാക്ടറികളിൽ നിന്നുള്ള പുറംതള്ളപ്പെടുന്ന പുക, അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മാലിന്യങ്ങൾ തുറസായി നിക്ഷേപിക്കുന്നതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. വിഷപ്പുക ശ്വസിക്കുന്ന ഡൽഹി ഏകദേശം 15 വർഷമായി ശൈത്യകാലം അടുക്കുമ്പോൾ ഡൽഹിയിൽ പുകമഞ്ഞ് രൂപപ്പെടുന്നുണ്ട്. അത് പതിവായിരിക്കുകയാണ്. ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബിലും ഹരിയാനയിലും പാടശേഖരങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് ഡൽഹിയിലെ മലിനീകരണത്തിന്റെ തോത് ഉയർന്നുവെന്നാണ് ആരോപണം. വൈക്കോൽ കത്തിക്കൽ തടയാൻ നടപടിയെടുക്കാത്തതിൽ പഞ്ചാബ്, ഹരിയാന സർക്കാരുകളെ അടുത്തിടെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതെല്ലാം തന്നെയും നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. യമുന നദിയിലെ വിഷപ്പത അത് വലിയ തരത്തിൽ അപകടം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് മലിനീകരണം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന നദികളിലൊന്നായ യമുനയിൽ 76% സമ്മാനിക്കുന്നത് ഡൽഹിയാണ്. യമുന നദിയിലെ വിഷപ്പത എത്തുന്നത്, അതായത് ഈ പത മാത്രമായി ഇങ്ങനെ വരുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു. നദി ശുചീകരിക്കാൻ ഇതിനകം തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇത് വലിയ തരത്തിൽ കഴിഞ്ഞ തവണയും നദിയിൽ വെളുത്ത നുരിയിൽ മൂടിക്കിടക്കുന്ന ചിത്രങ്ങൾ, അതായത് പുക മൂടിക്കിടക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. മലിനീകരണ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ച മറുഭാഗത്ത് നടക്കുമ്പോഴും മലിനീകരണം നിയന്ത്രിക്കാൻ ഇപ്പോഴും ശക്തമായ സംവിധാനങ്ങളും നയങ്ങളും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്നാണ് പരാജയപ്പെട്ട കൃത്രിമ മഴ. അതായത് വായു മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ പരിഹാരമായി കൃത്രിമ മഴ പെയ്യിക്കാൻ ശ്രമിക്കുന്നതും അത് ദയനീയമായി പരാജയപ്പെടുന്നതും ജനങ്ങൾക്ക് നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഡൽഹിയിൽ ഓരോ നിമിഷവും മലിനീകരണ തോത് ഉയർന്നു വരികയാണ്. മലിനീകരണ പ്രശ്നം നേരിടുന്ന സംസ്ഥാനങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാനാകില്ല എന്നുള്ളതാണ് നിരീക്ഷകരും പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, അതായത് വായു മലിനീകരണം ഒരു ദക്ഷിണേന്ത്യൻ പ്രതിസന്ധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമുക്ക് പറയാം. 2024 നവംബറിൽ വടക്കൻ പാകിസ്ഥാൻ, വടക്കേ ഇന്ത്യ എന്നിവിടങ്ങളിൽ കനത്ത പുകമഞ്ഞ് രൂപപ്പെട്ടു. അന്ന് ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന വായു മലിനീകരണ തോത് രേഖപ്പെടുത്തിയ നഗരമാകാൻ ലാഹോറും ഡൽഹിയും മത്സരിക്കുകയായിരുന്നു. ഉപഗ്രഹ ചിത്രങ്ങളിൽ അന്ന് നഗരങ്ങൾക്ക് മുകളിൽ തവിട് മേഘങ്ങൾ രൂപപ്പെട്ടു. ഇപ്പോൾ 2025 ഡൽഹി വീണ്ടും വായു മലിനീകരണത്തിൽ ലാഹോറിനോട് മത്സരിക്കുകയാണ്. വായു മലിനീകരണ പ്രതിസന്ധിയിലും ബംഗ്ലാദേശിനും സ്ഥാനമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ അടിസ്ഥാനമാക്കി ലോകബാങ്കിന്റെ ഒരു റിപ്പോർട്ട് വരികയാണ്. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഗോള സംഘടന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ശൈത്യകാലത്ത് വായു നിലവാരം മോശമാകുന്ന നഗരങ്ങളിൽ ഡൽഹിക്കും ലാഹോറിനും പിന്നാലെ ധാക്കയുണ്ട്. അതേപോലെ തന്നെ നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ. മറ്റൊരു കാര്യത്തിലേക്ക് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതായത് കാർട്ടോഗ്രാഫിയിലെ റിപ്പോർട്ട്. കാർട്ടോഗ്രാഫി എന്താണ് എന്ന് ആദ്യം ഞാൻ പ്രേക്ഷകരിലേക്കൊന്ന് പറയുകയാണ്. അതായത് ഈ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള ശാസ്ത്രമാണ് കാർട്ടോഗ്രാഫി എന്നുള്ളത്. ഇതനുസരിച്ച് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയുടെ ഭൂപ്രകൃതി വായുവിന്റെ സഞ്ചാരത്തിനും മലിനീകരണ വസ്തുക്കളുടെ വ്യാപനത്തിനും കാരണമാകുന്നുണ്ട്.
വായു കണികകളുടെ സങ്കീർണമായ ഘടന കാരണം ഇവ വലിയ തോതിൽ ഉപരിതലത്തിൽ പരക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഞാൻ പ്രേക്ഷകരെ ഒന്നുകൂടെ ഗ്രാഫിക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വായു ഗുണവാര നിലവാരം എന്ന് പറയുന്നത് ഗ്രാഫ് 1, 2, 3 എന്ന് നിങ്ങൾ കണ്ടു. 201-നും 300-നും 301-നും 400-നും 401-നും 450-നും ഇങ്ങനെ ഇതിനെ തരം തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 401 മുതൽ 450 വരെ ഈ വായു ഗുണനിലവാരം എത്തിക്കഴിഞ്ഞാൽ അതിനെ ഗ്രാഫ് 3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാഫ് 3-യിൽ വരുമ്പോൾ വർക്ക് ഫ്രം ഹോം അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് മാറണം എന്ന് പറയപ്പെടുകയും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുകൊണ്ട് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഒരു സൂചിക എന്നുള്ളത്. അതാണ് 401-നും 450-നും ഇടയിലുള്ള ഗ്രാഫ് 3 എന്നുള്ള കാര്യം. അത് വലിയ തരത്തിലുള്ള ആശങ്കപ്പെടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഡൽഹിയിലെ സ്ഥിതി അതീവ സങ്കീർണമാണ് എന്നുള്ളതാണ് നമ്മളെ ഈ ഗ്രാഫ് 3-യിൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വസ്തുത. പരിഹാരം എന്താണ് എന്നുള്ളതാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഗംഗാ നദിയുടെ സമതലത്തിലുള്ള രാജ്യങ്ങളുടെ തീരുമാനങ്ങളും അവർ നടപ്പിലാക്കേണ്ട പദ്ധതികൾ കാർഷിക മേഖലയിലും പൊതുനിരത്തിലും വ്യവസായ മേഖലയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്താൽ മാത്രമേ ഡൽഹിയിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വികസനത്തിന് വെല്ലുവിളിയാകുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം. വായു മലിനീകരണം വികസനത്തിന്റെ വലിയ വെല്ലുവിളികളിൽ ഒന്നാണെങ്കിൽ തർക്കമില്ല. ഇന്ത്യയിലെ ഉയർന്ന വായു മലിനീകരണ നിലവാര രാജ്യത്തിന്റെ GDP-യുടെ ഏകദേശം 3% നഷ്ടത്തിലേക്ക് കാരണമെന്നാണ് ലോകബാങ്കിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത്. അതായത് ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ വിൽപ്പനയിൽ കുത്തനെയുള്ള വർധന, പൊതുഗതാഗതത്തിന്റെ അഭാവം, കാൽനട യാത്രക്കാരോടുള്ള മോശമായ സമീപനം എന്നിവ പരോക്ഷമായ വായു മലിനീകരണം കൂടാൻ കാരണമാകുന്നു. വായുവിന്റെ ഗുണനിലവാരം, ആയുർദൈർഘ്യവും പൊതുജനാരോഗ്യം, സാമ്പത്തിക ഉൽപാദനക്ഷമ, പാരിസ്ഥിതിക നീതി എന്നിവയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. മറ്റൊന്ന്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചോദിക്കും, കേരളത്തെ ബാധിക്കുമോ, കേരളത്തിൽ ഇതൊക്കെ വരുമോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ഇതിന്റെ അനന്തരഫലങ്ങൾ ദൃശ്യമാകുന്നത്. മുംബൈയിലും ബംഗളൂരുവിലും വായുവിന്റെ ഗുണനിലവാരം വഷളാകുന്നുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ന് ഡൽഹിയിൽ മാത്രമെന്ന് കരുതി സമാധാനിച്ചിരിക്കുകയാണ്. വിഷപ്പുക നാളെ കേരളത്തിലേക്കും എത്തേക്കാം എന്നുള്ള ഒരു മുൻകരുതലുകൾ ഇപ്പോൾ ഈ രംഗത്തെ നിരീക്ഷകർ പറയുന്നുണ്ട്. ഏതായാലും ഡൽഹിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഡൽഹിയിൽ നിന്ന് തന്നെ സജോ തോമസ് റിപ്പോർട്ട് ചെയ്യും. സജോയിലേക്ക്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് ഡൽഹി എത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ വായു ഗുണനിലവാര തോത് 400-ന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ശ്വസിക്കാൻ പറ്റുന്ന വായു ഗുണനിലവാരം എന്ന് പറയുന്നത് 1 മുതൽ 50 വരെയാണ്. 50-ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ശ്വസിക്കാൻ കഴിയുന്നതിന് ഉപരിയായിട്ടുള്ള മലിനമായിട്ടുള്ള ഘടകങ്ങൾ ഈ വായുവിനകത്ത് ഉൾപ്പെടും. എന്തായാലും ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വായു ഗുണനിലവാരം വളരെ മോശമായി തുടരുകയാണ്. ഡൽഹി സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇത് പരിഹരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഫലപ്രദമായി ചെയ്യുന്നില്ല എന്നതിനുള്ള ഉദാഹരണമാണ് ഓരോ വർഷവും കൂടുന്തോറും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങളിലെ വായു ഗുണനിലവാര തോത് പരിശോധിക്കുകയാണെങ്കിൽ 400-നും 480-നും മുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപേ നോയിഡയിലെ വായു ഗുണനിലവാര തോത് 600-ന് മുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ വായു ഗുണനിലവാര തോത് പരിശോധിക്കുന്നതിന് വേണ്ടി 39 കേന്ദ്രങ്ങളാണുള്ളത്. ഈ 39 കേന്ദ്രങ്ങളിൽ 17 എണ്ണത്തിലും 400-ന് മുകളിലേക്കാണ് വായു ഗുണനിലവാര തോത് രേഖപ്പെടുത്തുന്നത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോയിഡ അടക്കമുള്ള ചില മേഖലകൾ നടത്തിയ സർവേയിൽ 15,000 വീടുകൾ നടത്തിയ സർവേയിൽ 4 വീടുകളിൽ ഒരു വീട്ടിൽ 3 പേർക്ക് ഇത്തരത്തിലുള്ള അതായത് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ലങ്സ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടും ഡൽഹി സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയർന്ന ചോദ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗേറ്റിലടക്കം വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അത് ഇത്തരത്തിലുള്ള സമരങ്ങൾ മുൻപോട്ട് പോകുമ്പോഴും യാതൊരു നടപടിയും ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവജന പ്രസ്ഥാനങ്ങളും അടക്കമുള്ളവർ വലിയ സമര പോരാട്ടങ്ങളുമായി മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ മലിനമായിട്ടുള്ള നഗരങ്ങളിൽ മുൻപന്തിയിലേക്ക് ഡൽഹി എത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മനുഷ്യന് ശ്വസിക്കാനാവുന്നതിലും ഗുരുതരമായിട്ടുള്ള ഘടകങ്ങൾ ഡൽഹിയിലെ വായുവിൽ
അടങ്ങിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഫാക്ടറിയിൽ നിന്ന് പുകന്തള്ളുന്ന പുക, അതോടൊപ്പം തന്നെ വാഹനങ്ങളിലെ പുക, പിന്നീട് മറ്റു സംസ്ഥാനങ്ങൾ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പാടങ്ങളിലെ വൈക്കോൽ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുകയാണ് വലിയ തോതിൽ ഡൽഹിയിൽ തങ്ങി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഡൽഹിയിൽ തണുപ്പാണ്. ഉത്തരേന്ത്യയിൽ വലിയ തണുപ്പ് സമയമാണ്. ഈ തണുപ്പ് സമയങ്ങളിൽ ഈ പുക ഡൽഹിയുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ശ്വസന സംബന്ധമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിലേക്കും വഴിവെക്കുകയാണ്. പക്ഷേ ഇത് പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാവാത്തത്? അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോലും വിധി ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും നിരവധിയായിട്ടുള്ള സോമോട്ടോ കേസുകൾ പോലും വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഡൽഹി ജനത ഉയർത്തുന്നത്. ഡൽഹിയിലെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ വാഹനങ്ങളുടെ പുക നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡീസൽ വാഹനങ്ങളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒറ്റ ഇരട്ട അക്ക വാഹനങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക, അത്തരത്തിലുള്ള നടപടികൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വർഷം എന്തുകൊണ്ട് അത് നടപ്പാക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്നത്. സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നൽകുക, അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾക്ക് അവധി കൊടുക്കുന്ന അടക്കമുള്ളതാണ് മുൻ വർഷങ്ങളിൽ ഇവിടെ നടപ്പാക്കിയിരുന്ന പദ്ധതികൾ. പക്ഷേ ഇപ്പോൾ തന്നെ, അതായത് നവംബർ അവസാനത്തോടു കൂടി തന്നെ 450 മുകളിലേക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എത്തിയിട്ട് പോലും എന്തുകൊണ്ടോ ഇത്തരം കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ വലിയ സമരം തന്നെ നടക്കാനാണ് സാധ്യത. സജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ വലിയ തരത്തിൽ സമരങ്ങളൊക്കെ നടന്നിരുന്നു. മലയാളി വിദ്യാർത്ഥികളെ അടക്കം അന്ന് വലിയ തരത്തിൽ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ്. അവർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നുണ്ട്, ഡൽഹി ജനത അനുഭവിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരമാണ് തീർച്ചയായിട്ടും ഇതിൽ വേണ്ടത്. ആ പ്രശ്നപരിഹാരം ഉടനടി പ്രാവർത്തികമാകുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ നല്ല ശുദ്ധവായു നൽകാൻ വേണ്ടി ഇപ്പോഴെങ്കിലും കൃത്യമായി തന്നെ ഇതിൽ ഒരു ഏകോപനത്തോടുകൂടി നടപടിയെടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ.